കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വിവിധ തരത്തിലുള്ള സമരമുറകൾ ഇവിടുത്തെ വിദ്യാർത്ഥി യൂണിയനുകൾ കാലാകാലങ്ങളായി നടത്തി വന്നിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സത്യത്തിൽ ശരിയായ ഭരണാധികാരികൾ ഉത്തരവാദിത്വത്തോടുകൂടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർവകലാശാലകളും പ്രൊഫഷണൽ കോളേജുകളും സമയാസമയങ്ങളിൽ വേണ്ടത് ചെയ്തുകൊണ്ട് ശരിയായ രീതിയിൽ ഭരിക്കുകയാണെങ്കിൽ പഠിക്കാൻ വേണ്ടി ആ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് പഠിപ്പ് മാറ്റിവെച്ചുകൊണ്ട് സമരത്തിന് ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ തുടങ്ങിവെച്ച കലാലയത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അധികാരത്തിൽ തൂങ്ങിക്കിടന്ന നേതാക്കളെ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ മുകളിലിരിക്കുന്നവർ ശ്രദ്ധിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായി സമരത്തിന് വിദ്യാർത്ഥികൾ ഇറങ്ങി പുറപ്പെടാറുണ്ട്. അതുതന്നെയാണ് കാലടി സർവകലാശാലയിൽ കണ്ടതും. പക്ഷെ ഞാനത് പഠിച്ചു നോക്കിയപ്പോൾ അത്ര വലിയൊരു സംഭവമായിട്ട് ഞാൻ കണ്ടില്ല. വിളക്ക് കത്തിയില്ല, അല്ലെങ്കിൽ ലൈറ്റ് കത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ, അത് അവരെ സംബന്ധിച്ചോളം അവരുടെ വലിയ പ്രശ്നമായിരിക്കാം. പക്ഷെ അതിനെക്കാട്ടിയും വളരെ ദയനീയമായിട്ട് ഇതിനെക്കാട്ടി വളരെ സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളുള്ള കലാലയങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ തന്നെ ഇട്ടു. ഒരു കാട്ടിൽ കൊണ്ടുവച്ച ലേഡീസ് ഹോസ്റ്റലിലേക്ക് 3.5 കിലോമീറ്ററാണ് ഈ ലേഡീസ് ഹോസ്റ്റലിലേക്ക് കോളേജിൽ നിന്ന് പോകാൻ. രാത്രി സമയങ്ങളിൽ ഡ്യൂട്ടിക്ക് വരുന്ന ഹൗസ് സർജൻസി, രാത്രി ഡ്യൂട്ടിയില്ല പഠിക്കുന്ന ഡോക്ടേഴ്സ് ആ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഈ ആസ്പത്രിയിലേക്ക് വരണം. ആ വഴി 3.5 കിലോമീറ്ററിൽ വെളിച്ചമില്ല. കാട്ടിൽ നിന്നും കുത്തിയൊലിക്കുന്ന വെള്ളപ്പാച്ചൽ ആണ് ഈ റോഡ് എന്ന് പറഞ്ഞാൽ. റോഡില്ല, ആ റോട്ടിൽ കൂടെയാണ് ഈ രാത്രിയിലുള്ള സഞ്ചാരം. പകല് സഞ്ചരിക്കാൻ പറ്റില്ല, പിന്നെ രാത്രിയുടെ കാര്യം പറയണോ. അപ്പം അത്രയും ഭയാനകമായ സീരിയസ് ആയ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ കണ്ടിട്ടും ഇവിടുത്തെ മന്ത്രി പുങ്കവന്മാർക്ക് ഒരു കുഴപ്പമില്ല. ഈ മന്ത്രി പുങ്കവന്മാർ ഡൽഹിയിലേക്ക് ഓടി, അവിടെ ഇറങ്ങി ഓടി ബസ്സിൻ്റെ അവിടെ എത്തിയില്ല, അപ്പം തന്നെ പിടിച്ച് ആ ബസ്സിലാ കയറ്റി കൊണ്ടുപോയി. ഇത് നമ്മൾ കണ്ടതാ. എന്തായിരുന്നു ഡൽഹിയിലെ സമരം എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് ഇവിടുത്തെ സംഭവം തന്നെ പറയാം. ഇവിടെ ഇപ്പോൾ കാലടി സർവകലാശാലയിൽ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വിദ്യാർത്ഥി യൂണിയൻ ആ വൈസ് ചാൻസലറുടെ കോലം ദഹിപ്പിക്കുന്ന രീതിയിൽ ഒരു ചടങ്ങ് അവിടെ സംഘടിപ്പിച്ചു. ഇത് ആദ്യമായിട്ടൊന്നുമില്ല കേരളത്തിൽ. ഇത് ഈ അധ്യാപകൻ്റെ, അതായത് സ്വന്തം ഗുരുവാണ് അധ്യാപകൻ്റെ അല്ലെങ്കിൽ പ്രിൻസിപ്പാളിൻ്റെ അല്ലെങ്കിൽ വൈസ് ചാൻസലർ ഇവരുടെയൊക്കെ ശവമഞ്ചം ഏറ്റിപ്പോയി അത് ക്രിയകൾ നടത്തി ശവസംസ്കാരം നടത്തുന്ന ചടങ്ങുകൾ പണ്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഒരു പ്രിൻസിപ്പാളിനെ ഇതേ സംഭവം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് ഇപ്പോൾ ഒരു പ്രത്യേകത പറയാൻ ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത മന്ത്രിമാർ തന്നെ, 2 മന്ത്രിമാർ, PC വിഷ്ണുദാസും റോജി M ജോണൊക്കെ വന്ന് ഞാൻ പ്രസംഗിക്കുന്നു കണ്ടു. അപ്പോൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ പറയുകയാണ്. വിഷ്ണുനാഥിൻ്റെ വളരെ ഇടറിയ ശബ്ദത്തിൽ, അതായത് വളരെ അപരിഷ്കൃതമായ അപമാനിതമായ സമരം എന്നൊക്കെ അതിന് പറഞ്ഞു. ശരി തന്നെയാണ്. ഒരു ജീവിച്ചിരിക്കുന്ന ഒരു ഭരണകർത്താവിൻ്റെ ബോഡി കത്തിക്കുക, ശവസംസ്കാരം നടത്തുക എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, PC വിഷ്ണുനാഥ് ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ലോകം ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയുടെ എത്ര ബോഡി നിങ്ങൾ കത്തിച്ചിട്ടുണ്ട്? മോദിയുടെ ചിത്രം ഒട്ടിച്ച് വെച്ച പേരെഴുതി വെച്ചിട്ടുള്ള ബോഡി നിങ്ങൾ തന്നെ നിങ്ങളുടെ പഴയ ഹിസ്റ്ററിയിലേക്ക് കടന്നു നോക്കുക. നമ്മൾ ഛർദ്ദിക്കുമ്പോൾ ആ ഛർദിയുടെ ആ
മണമുണ്ടല്ലോ അത് സ്വന്തം മൂക്കിലേക്ക് തന്നെ കയറുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരാഴ്ച ആയിട്ടില്ല, എത്ര ആയി, ഇപ്പോൾ 20 ദിവസമായിട്ടില്ല, ഡൽഹിയിലാണ് ഓടി ഇറങ്ങിയിട്ട്. നിങ്ങളാരും ഇവിടെ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. ആ നീറ്റ് പരീക്ഷയുടെ അത് CJP കോക്രോച്ച് പാർട്ടിയിലെ പിള്ളേർ സംഘടിപ്പിച്ച സമര. അവിടേക്ക് അവസാന ഘട്ടത്തിലാണ് എവിടുന്ന് അങ്ങോട്ട് ഓടിപ്പോണ സീൻ ഇപ്പോഴും വീഡിയോയിൽ കിട്ടും. എന്തേ PC വിഷ്ണുനാഥ് നിങ്ങളെ അപ്പം തന്നെ അടുപ്പിച്ച് ബസ്സിൽ കയറ്റി കൊണ്ടുപോയില്ലേ ചെയ്ത്? നിങ്ങളോടൊപ്പം കയറിയ ഒരു MP ആ ബസ്സിലൊരു പോലീസ് ഓഫീസറെ ചവിട്ടി അടിച്ച് കുത്തുന്ന വീഡിയോ പുറത്തു വന്നിട്ടില്ലേ? നിങ്ങളൊരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്നവരാ, മന്ത്രി, MP, MLA എന്നൊക്കെ പറയുന്നത്. ഇത് കുട്ടികളാണ്. ആ കുട്ടികൾ ചെയ്യുന്നത് ഞാൻ ന്യായീകരിക്കില്ല. ഈ സമരം ഒക്കെ തെറ്റാണ്. ആര് ചെയ്ത സമരവും ഇവിടെ തെറ്റാണ്. സത്യത്തിൽ വിദ്യാലയങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനം പാടില്ല. പ്രതിഷേധങ്ങളാകാം, അതെല്ലാവരും കൂടിയിട്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനല്ല. മുദ്രാവാക്യം 1 2 വിളിച്ചൊരു പ്രതിഷേധം, ഒരു സത്യാഗ്രഹം ഇരിക്കാം, വേണമെങ്കിൽ ഒരു ദിവസം നിരാഹാരം ഇരിക്കാം. അത്തരത്തിൽ പ്രതിഷേധം കാണിക്കേണ്ട സ്ഥലമാണ്, വിദ്യ അഭ്യസിക്കേണ്ട സ്ഥലമാണ്. അവരെ സമരമോ ബന്ധമോ നടത്താനുള്ള സ്ഥലമല്ല വിദ്യാലയം. ഇപ്പോഴും PC വിഷ്ണുനാഥ് പറയാണ് സമരം ചെയ്യാൻ ഒരുപാട് മുറകളുണ്ട്, പുള്ളി പഠിപ്പിച്ചു കൊടുക്കാം. വിദ്യാലയങ്ങളിൽ സമരം വേണമെന്ന് തന്നെയാണ് വിഷ്ണുനാഥ് പറയുന്നത്. വിഷ്ണുനാഥേ, നിങ്ങൾ കുറേ കാലം KSU എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ അടിച്ച് തകർത്തവർ തന്നെയാണ് നിങ്ങൾ. എന്നിട്ട് ഇപ്പോൾ മന്ത്രിയുടെ ഒരു കുപ്പായിട്ടപ്പോഴേക്കും ആ സംസാര രീതിയും ഒരു വലിയ ഉപദേശകനായിട്ടൊന്നും മാറണ്ട. നിങ്ങളാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളെ വഴി തെറ്റിച്ചതിലെ ഒരു പ്രധാന വ്യക്തി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഇത്ര വലിയ അപരിഷ്കൃതം, അപമാനിതം എന്നൊക്കെ പറയുന്നുണ്ട്. 2012 ഫെബ്രുവരി മാസത്തില് നിങ്ങളൊരു കഥ ഓർക്കുന്നുണ്ടോ? അന്നത്തെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടർ IAS കേശവേന്ദ്രകുമാർ, അദ്ദേഹത്തിനെ ഗരാവോ ചെയ്ത് അതിക്രമിച്ച് കയറി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കയറി നിങ്ങളുണ്ടായിരുന്നു എന്ന് ഞാൻ പറയില്ല, നിങ്ങളുടെ പാർട്ടിയിലെ പിള്ളേർ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കരി ഓയിലൊഴിച്ചു. ഓർക്കുന്നുണ്ടോ വിഷ്ണുനാഥ്? അപ്പം എന്താ അപരിഷ്കൃതാണോ? അപ്പം അപമാനിതമാണോ? നിങ്ങൾ 2 പേരും കണക്കാ. ഇവിടുത്തെ വിദ്യാലയങ്ങളിൽ ഇന്ന് കോളേജുകളിൽ ചേരാൻ ആളെ കിട്ടാനില്ല. വിദ്യാലയങ്ങളെ ആൾ കുറഞ്ഞു. കാരണം എന്താ? നിങ്ങളുടെ ഈ സമര പരിപാടികൾ തന്നെ. എന്നിട്ട് പറയാം ഒരു ബോഡി കത്തിക്കാൻ പാടില്ല. നിങ്ങൾ എത്ര പ്രാവശ്യമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ബോഡി ആ ചിത്രവും വെച്ച് പേരെഴുതി വെച്ച് ഇവിടെ കത്തിച്ചിരിക്കുന്നത്? എന്നിട്ട് ഇപ്പം ഛർദ്ദിക്കുക വലിയ ഉപദേശകനായിട്ട്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളല്ലേ ബീഫിൻ്റെ പേര് പറഞ്ഞിട്ട് ജീവനുള്ള ഒരു പശുക്കിടാവിനെ കൊണ്ടുവന്ന് പബ്ലിക്കായി നിർത്തിയിട്ട് തലയറുത്ത് ഇറച്ചി കഴിച്ച് തിന്ന മൃഗങ്ങളല്ലേ നിങ്ങൾ? എന്നിട്ട് ഈ ഒരാൾ കാണിക്കുമ്പോൾ ഇപ്പുറത്ത് നിന്ന് കുറയ്ക്കാൻ നിങ്ങൾ 2ഉം കണക്കല്ലേ? ഇവിടുത്തെ സമൂഹത്തിനെ പറയണം, നിങ്ങളെയൊക്കെ പേറി നടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ചെയ്ത ഇതുപോലുള്ള വൃത്തികേടുകൾ. അന്ന് ആ പശുക്കിടാവിനെ കൊന്ന് ബീഫ് ഇറച്ചി വെച്ച് നിങ്ങൾ ഇവിടെ വിളമ്പി പബ്ലിക് റോട്ടിൽ. എന്തോ അന്ന് ആരും കേസെടുത്തില്ല. എന്നിട്ടിപ്പോൾ ഛർദ്ദിക്കുന്നു. ആരേനെ? എതിർ പാർട്ടിക്കാരെ. അവരിങ്ങോട്ട് ഛർദ്ദിക്കുന്നു. നിങ്ങൾ 2 പേരും 2 നുഖങ്ങളാണ്. ആ നുഖത്തിൽ ഒരു 2 ഭാഗത്ത് നിർത്തേണ്ട സാധനങ്ങൾ തന്നെയാണ്. നിങ്ങൾ അതിന് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചവർ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. കരിയോയിൽ ഒഴിക്കാം, പബ്ലിക്കായിട്ട് കൊന്ന് ഇറച്ചി തിന്ന് കറി വെച്ച് കഴിക്കാം. ഇതൊക്കെ മാതൃകയാണോ വിഷ്ണുനാഥ്? ഇതൊക്കെ മാതൃകയാണോ? SFIക്കാർ ചെയ്യുന്ന അതിലും വലിയ വൃത്തികേട്. നിങ്ങൾ 2 പേരും ഈ വിദ്യാലയം, കലാലയം നശിച്ച് നാറാണക്കല്ല് കുത്തിപ്പിച്ചതിൻ്റെ സൂചനകളാണ് ഈ പറയുന്നത്. ഇവിടെ പഠിക്കാൻ എന്തിൻ്റെ കുറവാണെന്ന് ഭരിക്കുന്നവൻ അന്വേഷിക്കണം. അത് കാര്യമായി ഇടപെട്ടുകൊണ്ട് അത് നടത്തണം. അത് ചെയ്യാതെ വരുമ്പോൾ കാട്ടിക്കൂട്ടുന്ന ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ, പശുക്കിടാവിന് പബ്ലിക്കായി കൊണ്ടുവന്ന് കൊന്ന് ജനങ്ങളുടെ മുന്നിൽ വെച്ച് കൊല്ലുകയാണ്. നിയമത്തിന് തെറ്റാണ്. എന്നിട്ട് അവിടെ അത് കഷ്ണമാക്കി കറി വെച്ച് വിളമ്പുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ വിഷ്ണുനാഥിൻ്റെ പാർട്ടി, ഈ റോജി M. ജോണിൻ്റെ പാർട്ടി. ഇവർ തന്നെയാണ് ആ
ഡയറക്ടറുടെ മുഖത്ത് തലയിൽ കൂടി കരിയോലൊഴിച്ചത്. എന്നിട്ട് ഇപ്പോൾ വന്ന് ഛർദ്ദിക്കുന്നു. ഈ 2 ആഴ്ച മുന്നേ ഡൽഹിയിൽ ഓടുന്നു ഈ വിദ്വാൻ, ഈ മന്ത്രിയായ വിദ്വാൻ. പക്ഷെ അവിടെ എത്തുന്നതിനുമ്പോൾ തന്നെ നേരെ ബസ്സിലെ വലിച്ചു കയറ്റി വിട്ടു മന്ത്രീനെ. അത് നമ്മൾ കണ്ടതാ. അപ്പോൾ ഈ സമരമല്ല ഇതിനൊന്നും മാർഗം. ഒരു പ്രധാനമന്ത്രിയുടെ കോലം കത്തിക്കലല്ല ഇതിനൊക്കെ മാർഗം. പാർലമെൻറ്റിൽ അല്ലെങ്കിൽ നിയമസഭയിൽ നിങ്ങളെ തെരഞ്ഞെടുത്ത് ഒരു സ്ഥാനം തന്നിട്ടുണ്ടെങ്കിൽ സമാധാനപരമായിട്ട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ചർച്ചയിൽ പങ്കെടുത്ത് പറയുന്നത് കേട്ട് ഉത്തരം തിരിച്ചു ചോദിച്ച് ഉത്തരങ്ങളും ചോദ്യങ്ങളുമായിട്ട് നല്ലൊരു സംവാദം നടത്തിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെങ്കിൽ മാറ്റിപ്പിക്കുന്നതാണ് ഒരു യഥാർത്ഥ നേതാക്കളുടെ കഴിവ്. അല്ലാതെ കൂക്കി വിളിച്ച് പശുവിനെ റോട്ടിൽ കൊന്ന് കറി വെക്കലല്ല, കരിയോയിൽ മുഖത്ത് കുരൊഴിക്കലല്ല, കോലം കത്തിച്ച് ശവസംസ്കാരം നടത്തലല്ല സമരം. മനസ്സിലാക്കൂ വിഷ്ണുനാഥെ, ഈ പറയുന്നത് ഒന്നുമല്ല. നിങ്ങളൊന്നും ഒരു രാഷ്ട്രീയവും കളിക്കാതെ എന്തോ കുറേ ഭാഗ്യം കൊണ്ട് നേതാവായി ഇവിടത്തെ വിവരമില്ലാത്ത കുറേ കൂട്ടം കൂടി കുത്തുന്ന ചില കൂട്ടങ്ങളുടെ വോട്ട് കൊണ്ട്. ശരിയായി ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്ന്. ഇപ്പോൾ തന്നെ ഈ ഭരിക്കുന്ന പാർട്ടിയുടെ ചില വിദ്യാർത്ഥി സംഘടന തന്നെ നിരോധിക്കണം. വിദ്യാർത്ഥികൾക്ക് ശരിയായ ഭരണം കാണിച്ചു കൊടുക്കാതെ അല്ലെങ്കിൽ ഭരണം നടത്താത്തത് കാരണമാണ് വിദ്യാലയങ്ങളിൽ പ്രശ്നമുണ്ടാകുന്നത്. പ്രശ്നമുണ്ടാകുമ്പോൾ വിദ്യാർത്ഥികളുമായിട്ട് അവിടെയുള്ള മാനേജ്മെൻറ്റ് സംസാരിച്ച് പ്രശ്നങ്ങൾ അപ്പോൾ സോൾവ് ചെയ്തില്ലെങ്കിൽ എങ്ങനെ വിദ്യാഭ്യാസം നടക്കും? ഇവിടെ സമരം ചെയ്താലേ ഉത്തരമുള്ളൂ എന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യുമ്പോൾ ഇവിടെ സമരമുണ്ടാകില്ല. പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ചെയ്തില്ലെങ്കിൽ സമരം വരും. അത് മനസ്സിലാക്കിക്കൊണ്ട് അത് കൃത്യമായി ചെയ്യുക. അല്ലാതെ ഉദ്ഘാടനം ചെയ്തു നടക്കലോ പ്രസ് ചാനലുകളെ വിളിച്ച് നുണ പറയലോ അല്ല ഭരണം. സംസാരം നിർത്തി പ്രവർത്തി കാണിക്കൂ, അവിടെയാണ് ഭരണം. ഒരാൾ ചെയ്ത സമരത്തിനെ വിമർശിക്കലല്ല സമരം. സ്വയം ചെയ്യുന്ന സമരം എങ്ങനെയാണെന്ന് ചിന്തിക്കണം. അതിന് കഴിയാതെ വേറൊരാളെ ഇരുന്ന് കുറ്റം പറയാൻ വളരെ എളുപ്പമാണ്. സ്വന്തം ജീവിതത്തിൽ എന്തൊക്കെ ഞാൻ ചെയ്തു എന്ന് സ്വയം ഇരുന്ന് ആലോചിക്കുക. അപ്പോൾ ഇതിനൊക്കെയുള്ള മറുപടിയാവും. അപ്പോൾ ഇനിയെങ്കിലും ഈ നല്ല കാര്യങ്ങളിൽ ഈ സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് സ്വയം ഇരുന്ന് ചിന്തിക്കും. ഒരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം വേണ്ടത് ഞാനടക്കം ഈ കലാലയങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് ഉണ്ടായിട്ട് ഇവിടെ കലാലയത്തിലെ രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണ്. കലാലയങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം കൂടാനും നല്ലത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ മന്ത്രിയും രക്ഷപ്പെടും, ഈ സമൂഹവും രക്ഷപ്പെടും, ഈ സമൂഹത്തിലെ വിദ്യാലയങ്ങളും രക്ഷപ്പെടും, വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും രക്ഷപ്പെടും എന്നതിന് യാതൊരു സംശയവും വേണ്ട.